ഖണ്ഡകർണൻ. ഉത്തരമലബാറിൽ കെട്ടിയാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലമാണ് ഖണ്ഡകർണൻ. മഹിഷാസുര വധത്തിന് ശേഷം മഹിഷാസുരന്റെ പത്നി മനോദരി ശിവനെ തപസ് ചെയ്യുകയും ശിവന് പാർവതിയുടെ നിർബന്ധത്താൽ മനോദരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടി വന്നു. കൂടുതൽ സമയം മനോദരിക്ക് മുന്നിൽ ചെലവഴിച്ചാൽ അത് പിന്നീട് പല ദുർഗതിക്കും കാരണമാകുമെന്ന് കരുതി ശിവൻ അല്പസമയം മാത്രം അവിടെ നിന്നു. കാരണം കൂടുതൽ വരം ചോദിക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ശിവന് തന്റെ വിയർപ്പുതുള്ളികൾ മനോദരിക്ക് നൽകുകയും ശീഘ്രം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. തനിക്ക് കിട്ടിയ ഈ വിയർപ്പുതുള്ളികൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി മനോദരി നിൽക്കുമ്പോൾ ഭദ്രകാളി മഹിഷാസുരനെ വധിച്ച് വിജയശ്രീയിൽ ആളിതനായി വരുന്നതാണ് കാണുന്നത്. മനോദരി തന്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ ശിവന് നൽകിയ വിയർപ്പുതുള്ളികൾ ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു. വിയർപ്പുതുള്ളികൾ പതിഞ്ഞ ഇളങ്ങളിലെല്ലാം വസൂരിക്കുരുക്കളുണ്ടായി. ഭദ്രകാളി ക്ഷീണിച്ച് തളർന്നു വീണു. കാര്യമറിഞ്ഞ ശിവന് രൗദ്രഭാവത്തിൽ നിന്ന് കണ്ടത്തിൽ നിന്നും കർണത്തിലൂടെ ഒരു മൂർത്തി പിറവിയെടുത്തു. അതായിരുന്നു ഖണ്ഡകർണൻ. ഖണ്ഡകർണൻ നേരെ ഭദ്രകാളിയുടെ അടുത്ത് പോവുകയും ഭദ്രകാളിയെ നക്കി തുടച്ചുകൊണ്ട് വസൂരി മാറ്റുകയും ചെയ്തു. എന്നാൽ ഭദ്രകാളിയുടെ മുഖത്തെ വസൂരിക്കുരുക്കൾ മാറ്റാൻ